ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുൻ ആയങ്കിക്കായി തൃശൂരിലും വ്യാപക പരിശോധന. അർജുന്റെ സഹോദരൻ തൃശൂരിൽ കസ്റ്റഡിയിൽ. കുതിരാൻ ഇരട്ട തുരങ്കമുഖത്ത് മണ്ണിടിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കളക്ടർ. നിരീക്ഷണം തുടരുമെന്ന് മന്ത്രി OJ ജനീഷ്. കുതിരാനിൽ ജാഗ്രത കുറവുണ്ടായെന്ന് K രാജൻ MLA. തൃശൂർ ദിവാൻജി മൂലയിൽ പുറമ്പോക്ക് ഭൂമിയിൽ നടന്നുവന്നിരുന്ന അനധികൃത നിർമ്മാണം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് കോർപ്പറേഷൻ. നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് ഉദ്യോഗസ്ഥർ പോലീസുമായെത്തി രാത്രി തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. കളക്ടറോട് റിപ്പോർട്ട് തേടി മന്ത്രി OJ ജനീഷ്. ജില്ലാതല ഓണാഘോഷം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടത്തും. 25 മുതൽ 29 വരെയാണ് ഓണാഘോഷം. വാടാനപ്പള്ളി, പൊക്കഞ്ചേരി പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. തളിക്കുളം, ഇടശ്ശേരി സുനാമി ഉന്നതിയും കളക്ടർ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. സ്വർണ്ണക്കടത്ത്, കവർച്ച തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ കണ്ണൂർ സ്വദേശി അർജുൻ ആയങ്കിക്കായി തൃശൂരിൽ വ്യാപക പരിശോധന. അർജുൻ ആയങ്കിയുടെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുറ്റിപ്പുറത്തുനിന്ന് വിവിധ വാഹനങ്ങളിൽ സഞ്ചരിച്ച് തൃശൂർ നഗരത്തിലെത്തിയ അർജുൻ ആയങ്കി വടക്കുംനാഥ ക്ഷേത്ര മൈതാന പരിസരത്തു നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു. കുറ്റിപ്പുറം, അമല, പൂങ്കുന്നം വഴിയാണ് അർജുൻ ആയങ്കി തൃശൂരിലെത്തിയത്. പോലീസ് സംഘം പിന്തുടരുന്നതറിഞ്ഞ അർജുൻ മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അർജുൻ സഞ്ചരിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ക്ലബ്ബിലെത്തിച്ച അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിലിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽരാജ് ദേശ്മുഖ്, ACP TR രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തൃശൂരിൽ തിരച്ചിലിന് നേതൃത്വം നൽകിയത്. കുതിരാൻ തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ, ആശങ്ക തുടരുന്നു. കുതിരാൻ തുരങ്കമുഖത്തെ മണ്ണിടിച്ചിൽ കുറച്ച് ആശങ്കയൊന്നുമല്ല കേരളത്തിന് സമ്മാനിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 ഇടങ്ങളിലായാണ് മണ്ണിടിഞ്ഞത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മണ്ണിടിഞ്ഞതോടെ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. കാരണം നമുക്കറിയാം, ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ കുതിരാൻ ഇരട്ട തുരങ്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണുത്തിക്കും വടക്കഞ്ചേരിക്കും ഇടയിലുള്ള ഈ ഇരട്ട തുരങ്കത്തിന് 1 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. എങ്ങാനും മണ്ണിടിഞ്ഞ് തുരങ്കമുഖം അടഞ്ഞാൽ എന്തുമാത്രം ദുരിത സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇപ്പോഴും മണ്ണിടിച്ചിലിനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു നീരൊഴുക്ക്, അപ്പുറത്തൊരു നീരൊഴുക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഈ മണ്ണിടിച്ചിലിന്റെ പ്രഭവസ്ഥാനത്തേക്ക് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും പോവുകയുണ്ടായിരുന്നു. അവിടെ അവർ പരിശോധിച്ചു. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കുതിരാൻ തുരങ്കമുഖത്ത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തൊട്ട് മുകളിലായി ഇപ്പോഴും മണ്ണിടിയാൻ പാകത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഈ തുരങ്കത്തിൽ ഉൾപ്പെട്ടവരുടെ അവസ്ഥ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ ഒരു പഴയ പാതയുടെ വഴിയാണ്, കുതിരാനിലെ അയ്യപ്പ ക്ഷേത്രം വഴിയുള്ള ആ പാതയുടെ വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പാത തുറക്കേണ്ടി വരും. ആ പാത തുറക്കാനുള്ള സാഹചര്യവും ഇവർ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി ജനീഷ്, അതുപോലെ തന്നെ K രാജൻ MLA, കളക്ടർ, കമ്മീഷണർ എന്നിവരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം. ജില്ലാ കളക്ടറും അതുൾപ്പെടെയുള്ള ആളുകളൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് വന്നത്. MLAയും അതോടൊപ്പം തന്നെയുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ ഇതിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ മുകളിൽ കയറി പരിശോധന നടത്തിയതിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി ജിയോടെക് എഞ്ചിനീയേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അവരുടെ കൂടി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരോട് പരിശോധന നടത്തിയതിന് ശേഷമുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കും.
നിലവിലെ സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഒരു വിദഗ്ധ അഭിപ്രായം നേടുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് റവന്യൂ മിനിസ്റ്ററുമായി സംസാരിച്ചു. അദ്ദേഹം ജില്ലാ കളക്ടർക്ക് കൂടി അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ കൂടി ഒരു അഭിപ്രായം എടുത്തതിന് ശേഷം മറ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ സാധാരണ രീതിയിൽ തുടരാൻ വേണ്ടി കഴിയും. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ എടുക്കും. അപ്പോൾ തൊട്ടപ്പുറത്തെ പഴയ റോഡ് കൂടി പ്രാവർത്തികമാക്കേണ്ട ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിപ്പോൾ MLA കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സൂചിപ്പിച്ചു. അതിനെ സംബന്ധിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് ഇപ്പോൾ തുറന്ന് കൊടുക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരം ഒരു ആവശ്യം വന്നാൽ നമുക്ക് അടിയന്തരമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ റോഡ് കൂടി സജ്ജമാക്കി വെക്കേണ്ടതാണ് എന്നൊരു പൊതു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അതും സ്വീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കമ്മീഷണർ, കളക്ടർ, MLA എന്നിവരെല്ലാം സ്ഥലത്തെത്തിയിരുന്നു. കൃത്യമായി തന്നെ പരിശോധിക്കുകയും ചെയ്തു. ഇതിന് മുകളിൽ കയറി ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചിരുന്നു. ഇതേ സമയം തന്നെ മഴക്കാലത്തിന് മുന്നോടിയായി കൃത്യമായി ആ മണ്ണിടിയാനുള്ള മേഖലകൾ കണ്ടെത്താൻ സാധിച്ചില്ല, വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്നുള്ള ഒരു പരാതി ഇപ്പോഴും ഉയരുന്നുണ്ട്. എന്നിരുന്നാലും വലിയ ആശങ്കയ്ക്ക് ഇടവരാതിരിക്കട്ടെ, വലിയ രീതിയിൽ മണ്ണിടിയില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുവഴി കടന്നു പോകുന്നവർ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. കുതിരാനിൽ നിരീക്ഷണം തുടരുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളക്ടർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അല്ലേ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാഗ്രത തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം മുകളിൽ കയറി നോക്കിയത് ഫോറസ്റ്റിൻ്റെ പ്രതിനിധികളും അതുപോലെ NHന്റെ സിവിൽ എഞ്ചിനീയേഴ്സുമാണ്. ഇതിൻ്റെ എക്സ്പേർട്സ് എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ടീം ഇപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരും നമ്മുടെ ജിയോളജിസ്റ്റും കൂടി ഒരു പ്രാവശ്യം കൂടി മുകളിൽ ഒന്ന് കയറി അവർ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും സേഫ് ആണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കുതിരാനിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് K. രാജൻ MLA. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുതിരാൻ ഇരട്ടത്തുരങ്ക മുഖത്തിന് മുന്നിലായി എന്തെങ്കിലും തടസ്സം വന്നാൽ എന്തുമാത്രം പാനിക്കാവും ആളുകൾ, എന്തുമാത്രം ദുരന്ത ഭീതിയാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന്. ഇതിന് മഴയ്ക്ക് മുന്നോടിയായി ഇവിടെ കൃത്യമായി ശരിയാക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സമാന്തര പാത, പഴയ പാത അത് സഞ്ചാരയോഗ്യമാക്കുക എന്നത് ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ? ദേശീയപാത അതോറിറ്റി സാധാരണ നിലയിൽ നടത്താറുള്ളത് പോലെ തന്നെ കുറ്റകരമായ അനാസ്ഥയാണ് ഈ കാര്യങ്ങളിൽ പലതും നടത്തിയത്. ദേശീയപാതയിൽ നോക്കിയാൽ മുകേഷിന് കാണാൻ പറ്റും, എല്ലായിടത്തും വെള്ളം കെട്ടും. എത്ര തവണ യോഗം വിളിച്ച് ഇവരൊന്നും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വിധത്തിലാണ് ഇത് പോകുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമാണ്. ഞങ്ങൾ ആ പ്രദേശത്ത് നോക്കിയിട്ടുണ്ട്. ഇവർ പറയുന്നത് മാത്രം കേട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിലെ ജിയോടെക്കിൻ്റെ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ പാലക്കാട് IITയുടെ കൂടി ബന്ധപ്പെട്ട ആളുകൾ കൂടി അവിടെ പരിശോധിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഉറപ്പുവരുത്തിയിട്ടേ നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ. ഇവിടെ സമാന്തരമായിട്ടൊരു റോഡ് അത് തുറന്നു കൊടുക്കാൻ DM ആക്ട് അനുസരിച്ചിട്ട് നിർദ്ദേശം കൊടുക്കാൻ ഇപ്പോൾ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു സെക്കൻഡ് ഓപ്ഷനായി, പ്ലാൻ B ആയി നമുക്ക് അത് രൂപീകരിക്കും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, വകുപ്പുകൾ തമ്മിലുള്ള തർക്കം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും പല ഘട്ടത്തിലും കൂട്ടായി കൊണ്ടുപോകേണ്ട ഇത്തരം കാര്യങ്ങളിൽ ഇത്രയും ഗൗരവപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും അത് ആലോചിക്കുന്നില്ല എന്നുള്ളത് ഗൗരവമാണ്. ഇപ്പോൾ ഇവിടുത്തെ മാത്രമല്ല, ഞങ്ങൾ NHന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ TCVക്ക് കാണാവുന്നത് പോലെ ഈ പാറയുടെ പുറത്തിലേക്ക് തള്ളി നിൽക്കുന്ന പിന്നെ പൊടിപടലങ്ങളും മണ്ണുമൊക്കെ അങ്ങനെ നിന്നാൽ നാളെ മേലാക്കും ഇതൊരു പ്രശ്നത്തിലേക്ക് ഇടവരുത്തും. കുറച്ചാൾ മുമ്പ് ഇപ്പുറത്തെ സൈഡിൽ ഇടിഞ്ഞതാണ്. ഇത് ഫോറസ്റ്റ് സമ്മതിക്കുന്നില്ലെന്ന് NH ചെയ്യുന്നില്ലെന്ന് ഫോറസ്റ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പരസ്പരമായിട്ടുള്ള തർക്കമാണ് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അവസാനിപ്പിച്ചാൽ മതിയാവും. തൃശൂർ ദിവാൻജി മൂലയിൽ പുറമ്പോക്ക് ഭൂമിയിൽ നടന്നു വന്നിരുന്ന അനധികൃത നിർമ്മാണം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടീന അറിയിച്ചു. ദിവാൻജി മൂലയിൽ റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപം പുറമ്പോക്ക് ഭൂമിയിൽ കാലങ്ങളായി പ്രവർത്തിച്ചിരുന്ന തട്ടുകടയുടെ മറവിലാണ് പുതിയ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വന്നിരുന്നത്. കാളത്തോട് സ്വദേശിയായ അസീസ് എന്നയാൾ ഇവിടെയുണ്ടായിരുന്ന കടകളും വീടുകളും വാങ്ങുകയും റഹാത്ത് ഫാസ്റ്റ് ഫുഡ് എന്ന പേരിൽ പുതിയ ഹോട്ടൽ ആരംഭിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെയാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരും പ്രദേശത്ത് താമസിക്കുന്നവരും ചേർന്ന് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. സംഭവസ്ഥലത്തെത്തിയ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടീന നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് അറിയിച്ചു. ഏറെ ഗതാഗതക്കുരുക്കുള്ള ദിവാൻജി മൂലയിലാണ് റോഡ് കയ്യേറിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതെന്നും കോർപ്പറേഷൻ നൽകിയ സ്റ്റോപ്പ് മെമ്മോയും അവഗണിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും
കോർപ്പറേഷൻ അധികാരികൾ ഇതിന് ഒത്താശ ചെയ്യുകയാണെന്നും പ്രതിപക്ഷ നേതാവ് TR ഹിരൺ പറഞ്ഞു. സ്റ്റോപ്പമ്മയ്ക്ക് പോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇതിന്റെ പണി ഉള്ളിൽ നമ്മളിപ്പോൾ കണ്ടു, വിഷ്വൽസ് കണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിയമവിരുദ്ധമാണ്. ഇവിടുത്തെ ഗതാഗത തടസ്സം രൂക്ഷമാക്കുന്നതിന് ഈ നിർമ്മാണ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവുകയുള്ളൂ. പൂർണ്ണമായിട്ടും ഈ കെട്ടിടം നിൽക്കുന്ന പുറമ്പോക്കിലാണ്. ഇവിടെ മുമ്പുണ്ടായിരുന്ന 3 വീടുകളാണ്. ആ 3 വീടുകൾ വിലക്ക് വാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ അതൊരു ഒറ്റ ഹോട്ടലാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് അനധികൃതമാണ്. ഇവർക്ക് MSME ലൈസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. MSME ലൈസൻസ് എന്ന് പറയുമ്പോൾ കോർപ്പറേഷന്റെ പുറമ്പോക്ക് ഭൂമിയിൽ ഹോട്ടൽ തുടങ്ങാനുള്ള അധികാരമല്ല MSME ലൈസൻസ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഭൂമിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കടറുമുള്ള ആളുകൾക്ക് കട തുടങ്ങാനാണ് MSME ലൈസൻസ് തുടങ്ങുന്നത്. പുറമ്പോക്ക് തുടങ്ങാനല്ല അത് ഉള്ളത്. ഹോട്ടലിൽ നിന്നുള്ള മലിനജലം വീടുകളിലേക്ക് ഒഴുകിയെത്തി വീടുകളിൽ താമസിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണെന്നും കോർപ്പറേഷൻ അധികാരികൾക്കും കളക്ടർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും വീട്ടമ്മയായ ജിഷ പറഞ്ഞു. ഞങ്ങൾക്ക് അതന്നെ പറയാനുള്ളൂ. ഇവിടെ ഈ ഹോട്ടൽ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ടും ആ വേസ്റ്റ് വെള്ളം വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ഞങ്ങളെല്ലാവർക്കും കലക്ടർക്ക്, ഇപ്പോൾ കോർപ്പറേഷനിലേക്ക്, സെക്രട്ടറിക്ക് എല്ലാവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പം പ്രവർത്തിക്കുന്നില്ല. തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവർ ലിസ്റ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ ഹെൽത്തിലത്തെ സാറ് പറയണത് പിന്നെ വായോ അജു എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ടർ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണത് പിന്നെ വായോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൗൺസിലർമാരായ AF സിജിത്ത്, സൗമ്യ പ്രതീഷ്, CPM കൊക്കാല ഏരിയ സെക്രട്ടറി ജയകുമാർ എന്നിവരും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. TCV തൃശൂർ. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് ഉദ്യോഗസ്ഥർ പോലീസുമായെത്തി രാത്രി തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. അതേസമയം സംഭവത്തെക്കുറിച്ച് മന്ത്രി OJ ജനീഷ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തേടി. മുൻകൂട്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടുപകരണങ്ങൾ പോലും പുറത്തെടുക്കാൻ അനുവദിക്കാതെയാണ് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് പോലീസുമായി എത്തി വീടടച്ചുപൂട്ടി സീൽ ചെയ്തത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും കാറ്റും വകവയ്ക്കാതെയാണ് അധികൃതർ വീടടച്ചുപൂട്ടി സീൽ വെച്ചത്. മരുന്നുകളും നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങൾ പോലും വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കനത്ത മഴയത്ത് അടച്ചുപൂട്ടിയ സ്വന്തം വീടിന്റെ ഉമ്മരത്തെ തറയിൽ കിടന്നാണ് ഈ കുടുംബം രാത്രി തള്ളി നീക്കിയത്. 2022 മകളുടെ വിവാഹ ആവശ്യത്തിനായാണ് ദാസ് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിൽ നിന്ന് 7.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. തുടർന്ന് 3 വർഷത്തോളം കൃത്യമായി തിരിച്ചടവ് നടത്തി. എന്നാൽ ഇതിനിടയിൽ ദാസിന് ഗുരുതരമായ രോഗം ബാധിക്കുകയും രണ്ടാമത്തെ മകളുടെ വിവാഹം നടക്കുകയും ചെയ്തതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. മുൻപ് 2 തവണ ബാങ്ക് ജീവനക്കാർ ജപ്തിക്കായി എത്തിയിരുന്നെങ്കിലും വാർഡ് കൌൺസിലർ രമണി പ്രേമദാസൻ, മുൻ കൌൺസിലർ അജിത് കുമാർ എന്നിവരുടെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് ജപ്തി നടപടികളിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തുടർന്ന് ഒറ്റത്തീർപ്പെന്ന പേരിൽ 7 ലക്ഷം രൂപ അടച്ചുകഴിഞ്ഞാൽ ജപ്തി ഒഴിവാക്കാമെന്ന് പറയുകയും പണവുമായി ചെന്നപ്പോൾ ലോൺ അവസാനിപ്പിക്കാൻ ബാങ്ക് ജീവനക്കാർ നൽകിയില്ലെന്നും ലോൺ അവസാനിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപയാണ് ബാങ്ക് ആവശ്യപ്പെട്ടതായും കുടുംബം പറയുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് പോലീസുമായി എത്തി വീട് പൂട്ടി സീൽ ചെയ്ത ബാങ്ക് നടപടിക്കെതിരെ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഈ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിൽ ഈ മാസം 25 മുതൽ 29 വരെ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനമായി. 25 മുതൽ 29 വരെയാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. തേക്കിൻകാട് മൈതാനത്താണ് ജില്ലാതല ഓണാഘോഷ പരിപാടികളും വിവിധ കലാസന്ധികളും അരങ്ങേറുക.
പരിപാടികളുടെ നടത്തിപ്പിനായി മന്ത്രി ഒ ജെ ജനീഷ് ചെയർമാനായി ജില്ലയിലെ എംപിമാരെയും MLA-മാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗത്തിൽ MLA-മാരായ കെ രാജൻ, സനീഷ് കുമാർ ജോസഫ്, സേവ്യർ ചിറ്റിലപ്പള്ളി, രാജൻ ജെ പല്ലൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ്, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് തുടങ്ങിയവർ പങ്കെടുത്തു. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി, പൊക്കാഞ്ചേരി പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മുൻപ് പ്രദേശത്ത് ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതിനാണ് അനുമതി നൽകിയിരുന്നതെന്ന് കളക്ടർ അറിയിച്ചു. എന്നാൽ കടലാക്രമണം ഫലപ്രദമായി തടയുന്നതിന് ജിയോ ബാഗുകൾക്ക് പകരം കരിങ്കൽ ഉപയോഗിച്ച് കടൽഭിത്തി കെട്ടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ ജലസേചന വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും കളക്ടർ പറഞ്ഞു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ തുടങ്ങിയവർ കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. ശക്തമായ കാറ്റിൽ നെന്മണിക്കര മടവാക്കരയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പല്ലാവൂർക്കട രാമചന്ദ്രന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് തേക്ക് മരം വീണത്. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ആലപ്പാട് പോളിന്റെ പറമ്പിലെ തേക്കാണ് വീണത്. മരം വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. അപകടത്തിൽ ഇവരുടെ മതിൽ തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടി വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. തേക്ക് മുറിച്ചുമാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ജനങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളും ഒന്നായി ചേർന്ന് മഴക്കാല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് കേരളത്തിന്റെ നന്മയെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കാലവർഷക്കെടുതി മൂലം ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC സെക്രട്ടറി ജോസ് വള്ളൂർ, കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജു സായിറാം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ് തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇരമ്പിയെത്തിയ മലവെള്ളപ്പാച്ചിലിനും കൊടുങ്കാറ്റിനും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് തൊട്ടരികിലെ പാറക്കൂട്ടത്തിന് മുകളിൽ നിൽക്കുന്ന ചെറിയ കാവൽ മാടത്തെ തകർക്കാനായില്ല. വർഷങ്ങളായി വിനോദസഞ്ചാരികൾക്ക് അത്ഭുതമാണ് ഈ കാവൽ മാടം. അതിരപ്പള്ളിയിലെ വനസംരക്ഷണ സമിതി പ്രവർത്തകരുടെ കൗശലത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഈ കൊച്ചുകുടിൽ. വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിനിടെ വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ വനപാലകരുടെ അനുമതിയോടെ 25 വർഷം മുൻപാണ് ഷെഡ് നിർമ്മിക്കുന്നത്. വനസംരക്ഷണ സമിതി അംഗങ്ങളായ PK സഹജൻ, TP ഷാജു, CV രാജൻ, KM സുരേന്ദ്രൻ, പരേതനായ ശിവനുണ്ണി എന്നിവരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. നമ്മുടെ 2018 പ്രളയം വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഷെഡാണിത്. നമ്മുടെ ഇവിടുത്തെ ജോലിക്കാരുടെ കാവൽമാടം എന്നറിയപ്പെടുന്ന ഷെഡ്. 2002 ഇവിടെ VSS രൂപീകരിച്ചതിന് ശേഷം ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ഇവിടെ ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഒരു തണൽ എന്നൊരു രീതി ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് കാറ്റത്തും മഴയത്ത് അത് പോകാൻ തുടങ്ങിയപ്പോൾ അതേപോലെ തന്നെ വെള്ളം വരുന്ന ദിശ മാറി ഒഴുകാൻ പോകുന്ന ഏരിയയാണിത്. ഈ ഏരിയയെ കണക്കാക്കിയിട്ടാണ് ഈ ഷെഡ് ഇപ്പോൾ സ്ഥാപിച്ചേക്കുന്നത്. പാറയുടെ ഇടുക്കുകളിലേക്ക് ഓരോ മരത്തൂണുകളും ഇറക്കിയിട്ടാണ് ഈ ഷെഡ് പണിതേക്കുന്നത്. കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകളിൽ 4 കാലുകളിലായാണ് ഷെഡിന്റെ അടിത്തറ. ഈറ്റയോല കൊണ്ട് മുകൾ ഭാഗവും മേഞ്ഞു. ഷെഡിന്റെ കരുത്ത് ഇതിന്റെ സ്ഥാനം തിരഞ്ഞെടുത്തതിലാണ്. പാറക്കെട്ടുകളിൽ തട്ടി ദിശമാറി ഒഴുകുന്നതിനാൽ ജലത്തിന്റെ ആഘാതം നേരിട്ട് ഷെഡിൽ പതിക്കാറില്ല. അതാണ് വർഷങ്ങളായി എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച് ഈ ചെറിയ കാവൽമാടം നിലകൊള്ളാൻ കാരണം. 2018 മഹാപ്രളയകാലത്തെ മലവെള്ളപ്പാച്ചിൽ ഷെഡിന് കേടുപാടുകൾ വരുത്തി. പിന്നീട് VSS പ്രവർത്തകർ ഇത് പൂർവ്വസ്ഥിതിയിലാക്കി. പതിനായിരങ്ങളുടെ ഉല്ലാസവേളകൾക്ക് മൂകസാക്ഷിയായി നിൽക്കുന്ന ഈ കാവൽമാടം ഇന്നും പലർക്കും അത്ഭുത സൃഷ്ടിയാണ്. TCV ന്യൂസ്, ചാലക്കുടി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. ദേശീയപാത പോട്ടയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. കൊരട്ടി ഖന്നാനഗറിൽ പേങ്ങോട്ട് ബാലന്റെ ഭാര്യ 53 വയസ്സുള്ള ലീലയാണ് മരിച്ചത്. പെട്രോൾ പമ്പ് ജീവനക്കാരിയായ ലീല ജോലി കഴിഞ്ഞ് ആളൂരിലെ വീട്ടിലേക്ക് പോകാൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ.
KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ച പറ്റിയെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ. പയ്യന്നൂർ തഹസീൽദാരോടും പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോടും വിശദീകരണം തേടിയിട്ടുണ്ട്. ADMന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും എംബാം ചെയ്യാതെയും മതിയായ ഫ്രീസർ സൗകര്യമില്ലാതെയുമാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതെന്നാണ് പരാതി. ചാവക്കാട്ടെ ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് നിയാസും മുഹമ്മദ് തൻവീറുമാണ് അനാസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. തുടർന്ന് ചാവക്കാട് വെച്ചാണ് ഫ്രീസർ സൗകര്യമുള്ള മറ്റൊരു ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റിയ ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളുടെയും യാത്രക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ ഈ പാതയിൽ ജീവൻ നഷ്ടമായത് 5 പേർക്കാണ്. റോഡ് നവീകരണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ്, മുന്നറിയിപ്പ് ബോർഡുകൾ, വേഗനിയന്ത്രണ സംവിധാനങ്ങൾ, CCTV ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കേച്ചേരി, ചൂണ്ടൽ, അക്കിക്കാവ് കോളേജ്, പെരുമ്പിലാവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സിഗ്നൽ ലൈറ്റുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. സംസ്ഥാന പാതയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിലൊന്നാണിത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ വഴിമധ്യേ ഉണ്ടാകുന്ന സമയനഷ്ടം നികത്താൻ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ചില വാഹനങ്ങളിലെ സ്പീഡ് ഗവർണറുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. തുടർച്ചയായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പാതയിൽ അമിതവേഗം നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധനകൾ ശക്തമാക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ മമ്മിയൂരിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. മമ്മിയൂർ നവ്യനഗറിൽ വരലക്ഷ്മി ദുർഗപ്രസാദിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് മോഷണശ്രമം അറിഞ്ഞത്. പുറകിലെ ഗ്രിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തുകയറി നോക്കിയപ്പോഴാണ് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. വീട്ടുകാരുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിന് പിന്നിൽ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ. കൊല്ലം സ്വദേശികളായ ബന്ധുക്കളായ 2 പേരാണ് പിടിയിലായത്. ഏതാനും ദിവസം മുൻപാണ് ഇരുവരും കുടുംബത്തോടൊപ്പം ഗുരുവായൂരിലെത്തിയത്. തൈക്കാട് പള്ളി റോഡിലെ അവിൽ പ്രോ ജ്യൂസ് കടയിലും മാവിൻചൂട്ടിലെ KM ഫ്രൈഡിലുമാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. കടകളിൽ നിന്ന് 16,000 രൂപയും മൊബൈൽ ഫോണുമാണ് പ്രതികൾ കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുവായൂർ പോലീസ് 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തിയത്. തിരുവില്ലാമല കുത്താമ്പുള്ളിയിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പരമ്പരാഗത കൈത്തറി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കൊച്ചി രാജാവ് തങ്ങളുടെ ആവശ്യത്തിനുള്ള തുണികൾ നെയ്തുണ്ടാക്കാനായി ഇതര സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന ദേവാംഗ സമുദായക്കാരാണ് ഇപ്പോഴും അതേ കൂലിത്തൊഴിലുമായി കൂത്താമ്പള്ളിയിലുള്ളത്. ഫാഷൻ ട്രെൻഡുകൾ മാറി മറിയുമ്പോഴും വിശ്വാസ്യതയുടെ ഇഴയെടുപ്പത്തിൽ ഊടും പാവും ചേർത്ത് കരവിരുതിൽ നെയ്തെടുത്ത കസവുകളിൽ തിളങ്ങി നിൽക്കുകയാണ് കൂത്താമ്പുള്ളി. ഓണത്തിനും വിഷുവിനുമെല്ലാം മലയാളിക്ക് കൂത്താമ്പുള്ളി നെയ്ത്ത് വസ്ത്രങ്ങൾ നിർബന്ധമാണ്. ഓണം അടുത്തെത്തിയതോടെ കൂത്താമ്പുള്ളിയിൽ തിരക്കേറി വരികയാണ്. പല കടകളിലേക്കും കയറാൻ പോലും പറ്റാത്തത്ര തിരക്കാണ് അനുഭവപ്പെടുന്നത്. സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ഡബിൾ മുണ്ട്, ചുരിദാർ തുടങ്ങിയവ പലതരത്തിലുള്ള ഡിസൈനുകളിൽ ലഭ്യമാണ്. മയിൽപീലി മുതൽ ഓരോ വിശേഷങ്ങളുടെയും ആവശ്യത്തിനനുസരിച്ചും പുതിയ ട്രെൻഡിനനുസരിച്ചും പ്രിന്റ് ചെയ്തും ലഭ്യമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഓരോരുത്തരും ഇപ്പോൾ ബിസിനസ് വിപുലപ്പെടുത്തുന്നത്. സിനിമ, സീരിയൽ മേഖലയിൽ നിന്നുള്ള പ്രശസ്തരടക്കം തുണിയെടുക്കാനായി കൂത്താമ്പുള്ളിയിലേക്കാണ് വരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശത്തേക്ക് വരെ ഇവിടെ നിന്ന് ഓൺലൈനായി തുണിത്തരങ്ങൾ ലഭ്യമാണ്. കൂടാതെ തിരുവില്ലാമല പഞ്ചായത്തിന്റെ
സമീപ പഞ്ചായത്തുകളായ പഴയന്നൂർ, ചേലക്കര, പെരിങ്ങോട്ടുകുരിശി, ലക്കിടി, ഒറ്റപ്പാലം തുടങ്ങി നിരവധി പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വീട്ടമ്മമാർക്ക് ജോലിയും നൽകാൻ ഈ കൊച്ചു ഗ്രാമത്തിന് കഴിയുന്നു. ചെറിയ കുട്ടികളുള്ള, ജോലിക്ക് പോകാൻ കഴിയാത്ത നൂറുകണക്കിന് വീട്ടമ്മമാരാണ് വീട്ടിലിരുന്ന് ഓൺലൈനായും ജീവിതമാർഗം കണ്ടെത്തുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അത്താണിയായി മാറുകയാണ് കൂത്താമ്പള്ളി എന്ന കൊച്ചു ഗ്രാമം. TCV തിരുവില്ലാമല. 2 വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി തൃശൂരിലെ സിവിൽ പോലീസ് ഓഫീസർ അരുൺജിത്ത്. മെന്റലിസത്തിൽ ടെലികൈനസിസ് മെന്റലിസം ഇഫക്റ്റ് വിഭാഗവും ഹിപ്നോട്ടിക് ആം കാറ്റലപ്സി ആൻഡ് ഗ്ലൗസ് അനസ്തേഷ്യ വിഭാഗവും വിജയകരമായി പ്രദർശിപ്പിച്ചാണ് അരുൺജിത്ത് റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കിയത്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മജീഷ്യൻ RK മലയത്ത് സർട്ടിഫിക്കറ്റും മെഡലും സമ്മാനിച്ചു. കണിമംഗലം സ്വദേശി താഴത്തുപുരയ്ക്കൽ വിജയന്റെയും ലതയുടെയും മകനായ അരുൺജിത്ത് കേരള പോലീസ് അക്കാദമിയിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. മുഖ്യമന്ത്രി VD സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേന്ത്രപ്പഴം കൊണ്ട് തുലാഭാരം നടത്തി. 69 കിലോ നേന്ത്രപ്പഴമാണ് ഇതിനായി വേണ്ടിവന്നത്. ഇതിനായി 3550 രൂപ ദേവസ്വത്തിൽ അടച്ചു. ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. ഗുരുവായൂരപ്പനെ തൊഴുത് പ്രസാദം വാങ്ങിച്ച ശേഷം ഉപദേവന്മാരെയും കാര്യാലയ ഗണപതിയെയും തൊഴുതു. മുഖ്യമന്ത്രിയെ കണ്ടതോടെ ഭക്തർ ചുറ്റും തടിച്ചുകൂടി. ആരെയും നിരാശരാക്കാതെ എല്ലാവർക്കുമൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. നിവേദനം സമർപ്പിക്കാനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, ഗുരുവായൂർ ACP M സുരേന്ദ്രൻ, SHO വിനോദ് വലിയാട്ടൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കി. രക്താർബുദം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്ന വിദ്യാർത്ഥിനി ചികിത്സാ സഹായം തേടുന്നു. ചാലക്കുടി പോട്ട സ്വദേശിനി മാമ്പിള്ളി വീട്ടിൽ വർഗീസിന്റെ മകൾ 16 വയസ്സുള്ള റിൻഡു ആണ് സഹായം തേടുന്നത്. രക്താർബുദം ബാധിച്ച് കോഴിക്കോട് MVR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലുള്ള റിൻഡുവിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ചികിത്സയ്ക്ക് 50 ലക്ഷം രൂപയോളം ചിലവ് വരും. ഓട്ടോ ഡ്രൈവറായ അച്ഛൻ വർഗീസ് സ്വന്തം ഓട്ടോ വിറ്റും പരസഹായത്താലുമാണ് കഴിഞ്ഞ 3 വർഷമായി മകളുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. 28 ദിവസത്തെ കീമോതെറാപ്പിക്ക് ശേഷം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ട്. ഉദാരമതികളുടെ സഹായമുണ്ടായാൽ മാത്രമേ ഇത്രയും വലിയ തുക സമാഹരിക്കാൻ കഴിയൂ. ഇതിനായി സനീഷ് കുമാർ ജോസഫ് MLA രക്ഷാധികാരിയും തോമസ് മേലേപ്പുറം ചെയർമാനും നഗരസഭാംഗം വിൽസൺ ചമ്പക്കര, പോൾസൺ മേലേപ്പുറം തുടങ്ങിയവർ അംഗങ്ങളുമായുള്ള ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലെ 1701000085 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ചാലക്കുടി. മാള കുന്നത്തുകാട് വീട്ടിൽ വളർത്തിയിരുന്ന നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായയുടെ കടിയേറ്റവർ, ഏതെങ്കിലും തരത്തിൽ സമ്പർക്കമുണ്ടായിരുന്നവർ, നായ കടിച്ച വളർത്തുമൃഗങ്ങളുള്ളവർ എന്നിവർ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രതിരോധ വാക്സിനും ചികിത്സയും മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭിക്കുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ഓടിപ്പോയ നായ പിന്നീട് ചത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഇനി വാണിജ്യം. കേരളത്തിലെ പ്രമുഖ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്വർണ്ണാഭരണ നിർമ്മാതാക്കളായ തൃശൂർ TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മറ്റാർക്കും നൽകാനാകാത്ത ആകർഷകങ്ങളായ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ പള്ളിക്കുളം റോഡിലുള്ള TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചിങ്ങം 1 1 ഡേ ബിഗ് ഓഫർ ഒരുക്കിയിരിക്കുന്നു. ഗ്രാമിന് 99 രൂപ മാത്രം നൽകി അന്നേ ദിവസത്തേക്ക് ഉപഭോക്താക്കൾക്ക് സ്വർണം ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ചിങ്ങം 1 ഷോറൂമിൽ വന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് നെക്ലേസ്, ഡയമണ്ട് മോതിരം, ഡയമണ്ട് മൂക്കുത്തി എന്നിവ കരസ്ഥമാക്കാം. അതോടൊപ്പം ഡയമണ്ട്സ്, പ്രീഷ്യസ് സ്റ്റോൺസ്, 18 കാരറ്റ് എന്നീ ആഭരണങ്ങൾ 2 ലക്ഷത്തിന് മുകളിലും സ്വർണ്ണാഭരണങ്ങൾ 2 പവന് മുകളിലും വാങ്ങുമ്പോൾ ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കുന്നതാണ്. വിവാഹ പാർട്ടികൾക്ക് അന്നേ ദിവസം സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ടായിരിക്കും. 3 പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ, 1.5 പവനിൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ എന്നിവയെല്ലാം TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭ്യമാണ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ 916 HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള സുവർണാവസരവും ഒരുക്കിയിട്ടുണ്ട്. ധ്രുവ കളക്ഷൻ, ബൊട്ടിക് ജ്വല്ലറി, 18 കാരറ്റ്, സിയോണ ഡയമണ്ട്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിലെ പ്രമുഖ ജ്വല്ലറികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നൽകി വരുന്ന സ്ഥാപനമാണ് TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,740 രൂപ, പവന് 1,09,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുൻ ആയങ്കിക്കായി തൃശൂരിലും വ്യാപക പരിശോധന. അർജുന്റെ സഹോദരൻ തൃശൂരിൽ കസ്റ്റഡിയിൽ. കുതിരാൻ ഇരട്ടത്തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കളക്ടർ. നിരീക്ഷണം തുടരുമെന്ന് മന്ത്രി OJ ജനീഷ്. കുതിരാനിൽ ജാഗ്രത കുറവുണ്ടായെന്ന് K രാജൻ MLA. തൃശൂർ ദിവാൻജി മൂലയിൽ പുറമ്പോക്ക് ഭൂമിയിൽ നടന്നു വന്നിരുന്ന അനധികൃത നിർമ്മാണം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് കോർപ്പറേഷൻ. നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് ഉദ്യോഗസ്ഥർ പോലീസുമായെത്തി രാത്രി തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. കളക്ടറുടെ റിപ്പോർട്ട് തേടി മന്ത്രി. ജില്ലാതല ഓണാഘോഷം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടത്തും. 25 മുതൽ 29 വരെയാണ് ഓണാഘോഷം. വാടാനപ്പള്ളി, പൊക്കഞ്ചേരി പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. തളിക്കുളം, ഇടശ്ശേരി സുനാമി ഉന്നതിയും കളക്ടർ സന്ദർശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.